പച്ചവിരിപ്പിട്ട കോൾനിലങ്ങൾക്കിടയിൽ ചെന്നിറം ചൂടി നിൽക്കുന്ന കതിരുകളത്രയും വരൾച്ചയുടെ കാഠിന്യത്തെ ചൂണ്ടിക്കാട്ടുന്നു. 70 ദിവസം വരെ മൂപ്പെത്തിയ നെൽച്ചെടികൾ ഒരാഴ്ച കൂടി ഇങ്ങനെ കാണാനാകും. അതിനപ്പുറം ജലലഭ്യത ഉണ്ടായില്ലെങ്കിൽ വയലിലെ പച്ചനിറം കരിഞ്ചുവപ്പിന് വഴിമാറും. ചിമ്മിനി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമെത്തുന്ന കോൾവയലുകളുടെ അവസാന കണ്ണിയാണ് ഈ കാണുന്ന പറപ്പൂർ മേഖലയിലെ പാടശേഖരം. ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ നിന്ന് ഇനി കരകയറണമെങ്കിൽ ഈ 54 കിലോമീറ്റർ വെള്ളം ഒഴുകിയെത്തണം. ആ ഒഴുകിയെത്തുമ്പോഴേക്കും ഇപ്പോൾ ഈ കാണുന്ന ഈ വരണ്ട ഈ നെല്ലൊക്കെ ഇനിയിപ്പോൾ തന്നെ ഇത് പഴുത്ത് ഉണങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഇത് കതിര് വരുന്നതാണ്. ഈ കതിരൊക്കെ ഇപ്പോൾ പാലടിക്കുന്ന സമയമാണ്. ഇത് അരിയാവുന്ന പരുവാണ് ഈ കതിര്. കുറുമാലിപ്പുഴയിലെ തടയണ നിർമ്മാണത്തിനാണ് ചിമ്മിനി അണക്കെട്ടിന്റെ ഷട്ടർ അടച്ചത്. ഇനി അണക്കെട്ട് തുറന്നാൽ തന്നെ ഇവിടേക്ക് വെള്ളമെത്താൻ ചുരുങ്ങിയത് 20 ദിവസമെടുക്കും. ഇത് വെച്ചത് ഒരു ആഴ്ചയോളം മുന്നേ ഡാമിലെ ചില വാൽവുകൾ തകരാറായിരുന്നു. ആ ഡാമിന്റെ വാൽവ് തകരാറിയ സമയത്ത് ഒരാഴ്ചയോളം വെള്ളം കിട്ടാതെ വന്നു. അതിനുശേഷം വീണ്ടും വെള്ളം വിട്ടി 90 ലെവലിൽ എത്തിയാലാണ്, ഏനാമയിൽ എത്തിയാലാണ് ഇവിടേക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഈ വെള്ളം ലഭിക്കണമെങ്കിൽ അടിയ പുഴയിൽ നിന്ന് വെള്ളം ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്താം. ജില്ലാ ഭരണകൂടത്തിന്റെയും ജലസേചന വകുപ്പിന്റെയും ഉദാസീനതയാണ് കർഷകർക്ക് വിനയായിരിക്കുന്നതെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിന് ഒരുങ്ങുകയാണ് കർഷകർ. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.